സജിൻ ബാബു ഞാൻ തമ്മിലിരിക്കുന്നൊരു 10-20 വർഷം മുമ്പുള്ള ബന്ധമാണ്. നമ്മൾ ആദ്യമായിട്ട് മിമിക്രിയിലാണ് തുടങ്ങുന്നത്. ഞാനും നോബിയും സജിൻ ബാബുവും കൂടെ ട്രിവാൻഡ്രത്ത് വന്ന് ചാടുന്നു. ആ ഒരു യാത്രയിൽ ഞാനും നോബിയും മിമിക്രി ട്രൂപ്പും പരിപാടികളൊക്കെ ആയിട്ട് പോയി. സജിനെ എവിടെയൊക്കെയോ മിസ്സായി. പിന്നെ ഞാൻ സജിനെ കാണുന്നത് അയാൾ ശശി എന്ന സിനിമയുടെ പ്രൊമോഷന് ശ്രീനിചേട്ടനുമായിട്ട് ഫ്ലവേഴ്സിൽ വരുമ്പോഴാണ്. കയ്യിലൊരു ഇംഗ്ലീഷ് പുസ്തകമായിട്ട് നിൽക്കുന്നത് സജിൻ. ഞാൻ ജസ്റ്റ് സജിനെ നോക്കി. കാരണം തിരുവനന്തപുരത്തുള്ള സകല ആൾത്തോടത്തിൽ നിന്ന് നമ്മൾ വിളിക്കാത്ത കല്യാണത്തിൽ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ട്. കാരണം അന്ന് പൈസ ഇല്ല. ആ സജിൻ ബാബു ശ്രീനിചേട്ടനായിട്ടൊരു ഇംഗ്ലീഷ് പുസ്തകമായിട്ട് നിൽക്കുന്നത് ഞാൻ അറിയാം. അന്ന് വർഷങ്ങൾക്ക് ശേഷം സജിനെ കാണാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കാരണം സജിൻ എന്ന് പറയുന്ന അന്ന് തൊട്ടേ സജിന് സിനിമ എന്ന് ഭയങ്കര പാഷനാണ്. ഞങ്ങളുടെ വഴിതെറ്റി മിമിക്രി ഡാൻസ് വഴിയൊക്കെ വന്ന അവസാനം അവ എത്തേണ്ടടുത്ത് തന്നെ എത്തി. അതിൽ ഡിയർ ഒരുപാട് സന്തോഷം. ഓക്കെ, എന്തായാലും ഈ പടം കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയത് ആ കളവെഴുത്തും പാട്ടും മേക്ക് ചെയ്ത ആ ഒരു ശൈലി. ഞാൻ ആ സമയത്ത് 4 നോക്കി. കാരണം എനിക്ക് ചെറിയൊരു പിറം വരുത്ത് തോന്നും. അതായത് നമുക്കത് കാണുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു കളറും ആ ഒരു ടോണും എല്ലാം കൂടെ. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് സന്തോഷമാണ്. ഞാനും ഒറ്റ ദിവസം വന്ന് അഭിനയിച്ചാണ്. എൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല. ആ കാവിലെ സീനാണ് ആദ്യം ചെയ്യുന്നത്. രാത്രി കഥ പറഞ്ഞില്ല, ഒന്നും പറയാൻ. നടന്നു വരുമ്പോഴത്തേക്ക് നീ വരുന്നു, ഇത് ചെയ്യുന്നു, പോകുന്നു. പിന്നെ ആ ബൈറ്റ് എടുക്കുന്ന സീക്വൻസും. പക്ഷെ അത് വന്നു കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്.